ഹലോ ഡിയേഴ്സ്, കുറച്ച് വൈകിയാണെങ്കിലും എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിഷു ആശംസകൾ. ഞങ്ങൾ ഞങ്ങളുടെ ഉണ്ണിക്കണ്ണനെ കണിയൊരുക്കിയത് ഇങ്ങനെയാണ് കേട്ടോ. രാവിലെ എണീറ്റ് കണി കണ്ടതിന് ശേഷം അനീഷേട്ടൻ മക്കൾക്ക് കൈനീട്ടം കൊടുത്തു. ഒറ്റനാണയും അരിയും കൊന്നപ്പും കൂടി ചേർത്തിട്ടാണ് നമ്മൾ രാവിലെ കൈനീട്ടം കൊടുക്കുന്നത്. അതിന് ഞങ്ങൾ വേഗം കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോയി വന്ന് ഞങ്ങളുടെ വീട്ടിലും കയറി അവിടെ അച്ഛനും അമ്മയ്ക്കും വിഷു കൈനീട്ടം കൊടുത്തിട്ട് ഒരു ചെറിയ ഡാൻസ് കവറൊക്കെ ഷൂട്ട് ചെയ്യാനുണ്ടായി. അതെല്ലാം കഴിഞ്ഞ് പിന്നെ അനീഷേൻ്റെ വീട്ടിൽ വന്ന് കുറച്ച് ഫോട്ടോഷൂട്ട്സും വിഷു കൈനീട്ടം പരിപാടീസ് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയായി. വേഗം സദ്യ കഴിച്ചു. അതിനുശേഷം എൻ്റെ വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോൾ എൻ്റെ അനീത്തി ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ കുറച്ച് അടിച്ചുപൊളിയൊക്കെ കഴിഞ്ഞ് അനീഷേൻ്റെ വീട്ടിലെത്തിയപ്പോഴേക്കും അനീഷേൻ്റെ കസിൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി മൊത്തം ഫുൾ വൈബായിരുന്നു. ഞങ്ങൾ കുറേ ഡിസ്കഷൻസും റീൽസ് പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഗെയിംസ് ഒക്കെ കളിക്കാമെന്ന് വിചാരിച്ചു. ഈ കളി ഞങ്ങൾ ടമാർപ്പടാറിൽ കണ്ടതാണ് കേട്ടോ. ഇതിൻ്റെ സ്റ്റാർട്ടിങ് അടിപൊളിയാണ്. കുറുക്കൻ ചെത്താലും കണ്ണ് കോഴിക്കുട്ടി തന്നെയെന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ 10 പേരിൽ നിന്ന് അത് പാസ് ചെയ്ത് ലാസ്റ്റ് താളിലേക്ക് എത്തിയപ്പോഴേക്കും കോഴി ഉണ്ടാവില്ല, കുറുക്കനും ഉണ്ടാവില്ല. എന്തായാലും അടിപൊളിയായിരുന്നു. പിന്നെ ഇതിൻ്റെ ചെറിയ വേർഷൻസ് ഞങ്ങൾ പിള്ളേരെ കൊണ്ടും കളിപ്പിച്ചു കേട്ടോ. അവർക്കും നല്ല എൻജോയ്മെൻറ്റ്, അവരും നന്നായി അടിച്ചു പൊളിച്ചു. പിന്നെ ഞങ്ങളുടെ ഫേവറേറ്റ് ഗെയിമായ ഡംഷർ ആർട്സിലേക്ക് പോയി. ഡംഷർ ആർട്സ് നമ്മൾ പ്ലാൻ ചെയ്തത് മക്കളെയും കൂടി ചേർത്തിട്ടായിരുന്നു. അവർക്കും കൊടുത്തു കുഞ്ഞു കുഞ്ഞു സിനിമകൾ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ശിവയ്ക്ക് പോലും നമ്മൾ ബട്ടർഫ്ലൈസ് മങ്കിപ്പൻ പോലത്തെ കുട്ടി സിനിമകൾ കൊടുത്തിരുന്നു. അവർ നന്നായി എൻജോയ് ചെയ്തു അതൊക്കെ. പാതിരാത്രിയായത്തേക്ക് എല്ലാവർക്കും ഉറക്കം വന്നിട്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും പോയി കിടന്നു. എന്തായാലും അടിപൊളി വിഷുവായിരുന്നു. എല്ലാവരും ചേർന്ന് വൈബാക്കി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ.